ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ ചക്ക വെച്ചിട്ട് ഒരു ചക്ക എരിശ്ശേരിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചക്ക ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞതും ഒരു കുക്കറിനകത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും, ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. നമുക്ക് ചക്കയൊന്ന് വേവിച്ചൊന്ന് പുരട്ടിയെടുത്തിട്ട് വേണം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചക്കയൊന്ന് വെന്ത് കിട്ടാനും വേണ്ടിയുള്ള പരുവത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കുക്കറിൽ അടുപ്പിൽ വെക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. പിന്നെ നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങായും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് നല്ല വെണ്ണ പരുവത്തിന് അരച്ചെടുക്കണം കേട്ടോ. കറണ്ടിൻ്റെ കാര്യം അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് നേരത്തെ അരച്ച് വെക്കാം. മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ കറണ്ട് വന്നും പോയി നിൽക്കുകയല്ലേ. നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആക്ഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, കാരണം എൻ്റെ കൈ പൊള്ളിയിട്ടാ. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്ക പുരട്ടാനിപ്പോൾ എടുക്കുന്ന ഉപകരണം ഇതാണ് കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു തവയുടെ നമ്മൾ ദോശയൊക്കെ തിരിച്ചിടാൻ എടുക്കുന്ന ഒരു ചട്ടുകോ ഞാനിപ്പം ചക്ക പുരട്ടാണ്ട് എടുക്കുന്നത്. നമ്മുടെ ചക്ക വെന്ത് നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ചക്ക പുരട്ടുന്നത് തുടുപ്പെന്ന് പറയും. അത് വെച്ചിട്ടാണ് ചക്ക പുരട്ടുന്നത്. തുടുപ്പെന്ന് പറഞ്ഞാൽ ഈ പിള്ളേർ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റ് ഉണ്ടാക്കത്തില്ലേ, തെങ്ങിൻ ഓല മടൽ വെച്ചിട്ട്, അത് വെച്ചിട്ട് അതേപോലെ ബാറ്റ് കൊണ്ട് വെട്ടിയിട്ടാണ് ചക്കയും ചീനിയൊക്കെ വേവിച്ചത് പുരട്ടുന്നത് കേട്ടോ. ഞാനിപ്പോൾ പുരട്ടുന്ന ആ ഒരു ഉപകരണം വെച്ചിട്ട് ഞാനും വാങ്ങിച്ചൊരു ബോട്ടിൽ. വെള്ളം കുടിയൊക്കെ തുടങ്ങാമെന്നും പറഞ്ഞ് തുടങ്ങി വെച്ചൊരു സംരംഭമാണ്. എന്ത് ചെയ്യാൻ ഗൈസ്, മഴക്കാലമായി, അതോടെ എൻ്റെ വെള്ളം കുടി കാത്തു വെച്ച്. ഇതിനകത്ത് 2 രീതിയിലുണ്ട് വെള്ളം കുടിക്കുക നമുക്ക് കേട്ടോ. ഇന്ന് സ്ട്രോ ഒക്കെ ഉണ്ട്, പിന്നെ അല്ലാതെ ഇതുപോലെ കുടിക്കുക. കൊച്ചു പിള്ളേർ കുടിക്കുന്ന പോലെ സ്ട്രോ ഇട്ട് വലിച്ച് കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം. പക്ഷേ ഇത് കൊള്ളാം, നല്ലൊരു ബോട്ടിലാണ്. ഇതിനകത്ത് സമയമൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ട് നമുക്ക് ആ സമയത്തിനനുസരിച്ച് നമുക്ക് കുടിക്കാം. അപ്പോഴത്തേക്കിനും നമ്മുടെ ചക്കയ്ക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ വെച്ച് വേണം കേട്ടോ. അതായത് എത്ര നീട്ടം വേണോ കറിക്ക് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്തോണം. വെള്ളമെന്ന് പറഞ്ഞാൽ ചുമ്മാതെ പച്ചവെള്ളം കോരി ഒഴിക്കരുത്. എപ്പോഴും ചക്ക വെന്ത് അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ കറി പെട്ടെന്ന് പന്നലായിപ്പോവും. ചക്ക എരിശ്ശേരി പെട്ടെന്ന് പന്നലായിപ്പോവും. അതിലേക്ക് പിന്നെ ചൂടുവെള്ളമൊക്കെ നമ്മുടെ കറിയുടെ നീളത്തിനനുസരിച്ച് നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക. ചെറിയൊരു തിള വന്നാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് കടുക് വറുത്തൊഴിക്കാം. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളി മൂപ്പിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് നമുക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കണം കേട്ടോ. തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ നമ്മളിപ്പോൾ എന്ത് കറിക്ക് തേങ്ങ വറക്കാൻ എടുത്താലും തിരുമ്മിക്കഴിഞ്ഞ് മിക്സിയിൽ വെച്ച് ഒന്ന് അരച്ചിട്ട് വറക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും. അങ്ങനെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ശകലം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കിയ എടുത്ത് കഴിയുമ്പോൾ കാണാം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി തയ്യാറാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്ക സീസണാണ്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. ചക്ക എരിശ്ശേരി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കൂടെ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.